ഗുൽസാർ ദാദിജിയുടെ സ്മൃതി ദിവസത്തിൻ്റെ ഭോഗ് സന്ദേശം. ഇന്ന് എല്ലാവരുടെയും വളരെയധികം സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് വതനത്തിൽ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. വതനത്തിലും ഇന്ന് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആയിരുന്നു. ബാബ സ്നേഹത്തിൻ്റെ സാഗരം തന്നെയാണ്. എന്നാൽ ഇന്ന് കുട്ടികളും ഒരു സ്നേഹത്തിൻ്റെ സാഗരം പോലെ എല്ലാവരും ബാബയുടെ ഓർമ്മയിലും ദാദിജിയുടെ മധുരമായ സ്മൃതികളിലും അലിഞ്ഞിരിക്കുകയായിരുന്നു. ബാബയും ഒപ്പം ദാദിജിയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ ദൃഷ്ടി നൽകിക്കൊണ്ട് ഓരോ കുട്ടിയെയും ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുക മാത്രമല്ല, എന്നാൽ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ഏതാനും നിമിഷങ്ങൾ ഇങ്ങനെ ദൃഷ്ടിയുടെ കൊടുക്കൽ വാങ്ങൽ നടന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാബ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ബാബ, താങ്കളുടെ അടുക്കൽ എല്ലാം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഞാൻ എല്ലാവരുടെയും വിശേഷ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, ഭോഗുമായി വന്നിരിക്കുകയാണ്. വളരെയധികം സ്നേഹത്തോടെ എല്ലാവരും ഭോഗ് തയ്യാറാക്കുകയും ചെയ്തു, വയ്ക്കുകയും ചെയ്തു. ബാബ ഭോഗ് സ്വീകരിച്ചാലും ദാദിജിയെയും ഭോഗ് സ്വീകരിപ്പിച്ചാലും ദാദിജി തൻ്റെ എല്ലാ സഹചാരികളെയും ആഹ്വാനം ചെയ്യുകയും എല്ലാ ദാദിമാരും ബാബയ്ക്ക് ചുറ്റും ഉപസ്ഥിതരാവുകയും ചെയ്തു. അപ്പോൾ ബാബ എല്ലാവരോടും പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഇത്രയും ഭോഗ് വന്നിരിക്കുകയാണ്. എല്ലാവരും ഭോഗ് സ്വീകരിക്കൂ എന്ന് ബാബ സ്നേഹത്തോടെ പറഞ്ഞു. നോക്കൂ, താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും, ദാദിജി ഈ സമയത്ത് എന്ത് പാർട്ടാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ബാബ്ദാദയുമായി താങ്കൾ കൂടിക്കാഴ്ച നടത്തി. ബാബ പറഞ്ഞു, വർത്തമാന സമയത്ത് ദാദിജി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു, ദാദിയുടെ മുഖം ഒരു സൂര്യനെ പോലെ, സൂര്യൻ്റെ കിരണങ്ങളുടെ ലൈറ്റ് എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഈ സമയത്ത് ദാദിജി എല്ലാ ആത്മാക്കൾക്കും ലൈറ്റ് ലഭിക്കുവാൻ, മൈറ്റ് ലഭിക്കുവാൻ ഇങ്ങനെയുള്ള സൂര്യന് സമാനമാണ്. എന്നാൽ ബാബ പറഞ്ഞു, താങ്കൾ പറയും, എങ്കിൽ പിന്നെ പ്രത്യക്ഷമാകേണ്ടതാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ധാരാളം ആത്മാക്കൾ ഏതെങ്കിലും കുരുക്കുകളിലാണ്, ഏതെങ്കിലും സമസ്യകളിലാണ്. അനുഭവം നേടുവാൻ സാധിക്കുന്നില്ല. അനുഭവം നേടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇടയിൽ ഒരു തിരശ്ശീല വരുന്നത് പോലെയാണ്. എന്നാൽ അല്പം സമയത്തിനു ശേഷം ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. ആ അന്തരീക്ഷത്തിൽ 2 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ കാണും. ഒരു ഭാഗത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും നിരാശയോ സമസ്യകളോ ചിന്തകളോ ആണ്. എന്നാൽ മറുഭാഗത്ത് ഭാവന വളരെയധികം പ്രകടമാകും. അന്വേഷണം കൂടുതൽ ഉണ്ടാകും. പ്രഭുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ദാഹം അവർക്ക് വർദ്ധിക്കും. ഒരു ബലം, ഒരു വിശ്വാസം എന്ന് അവർക്ക് തോന്നും. ഇങ്ങനെ അവരുടെ ഉള്ളിൽ അന്വേഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സൂര്യനെ പോലെ പ്രകടമാകും, അഥവാ പ്രത്യക്ഷത ഉണ്ടാകും. ദാദിയുടെ മുഖം വീണ്ടും അങ്ങനെയായിരുന്നത് പോലെ. ബാബ പറഞ്ഞു, ഇത്രയും സമയം ഏതെല്ലാം ദാദിമാർ തപസ്യ ചെയ്തിട്ടുണ്ടോ എല്ലാവരും
ചിലർ സമ്പൂർണ്ണ ചന്ദ്രനെ പോലെയും സമ്പൂർണ്ണ സൂര്യനെ പോലെയും എല്ലാ ദാദിമാരും കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഇപ്പോൾ അല്പം സമയത്തിനുള്ളിൽ എല്ലാവരുടെയും തിരശ്ശീല മാറുക തന്നെ ചെയ്യും. തിരശ്ശീല മാറുമ്പോൾ ബാബ എങ്ങനെയാണ് എല്ലാ ആത്മാക്കൾക്കും ലൈറ്റും മൈറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത്, ആ സാക്ഷാത്കാരവും അപ്പോൾ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞു, ബാബ അങ്ങ് എല്ലായ്പ്പോഴും ഗുൽസാർ ദാദിജിയിലൂടെയാണ് ഡയറക്ഷൻ നൽകുമായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യം വളരെയധികം ചോദിക്കുകയാണ്. ഇപ്പോൾ 90 വർഷം ആയിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് ലോകത്തിൻ്റെ അവസ്ഥ അത് ബാബയ്ക്ക് അറിയാവുന്നത് തന്നെയാണ്. മറുഭാഗത്ത് 90 വർഷം ആഘോഷിക്കുകയാണ്. അതിൽ എല്ലാവരുടെയും ഭാവന ഇതാണ്, നമ്മൾ നല്ല വലിയ വലിയ പ്രോഗ്രാം ചെയ്യട്ടെ. മറുഭാഗത്ത് കൂടുതൽ നമ്മൾ തപസ്യ ചെയ്യട്ടെ എന്നും തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഈ ചോദ്യം വളരെ പേർ ചോദിക്കുന്നു, നമ്മൾ എന്ത് പ്ലാനാണ് ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ബാബ ഒരൽപ്പം ശാന്തമായിരുന്നു. ദാദിയും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ പറഞ്ഞു, നോക്കൂ, പ്ലാൻ തീർച്ചയായും ഉണ്ടാക്കുക തന്നെ ചെയ്യും, പ്രോഗ്രാമും ഉണ്ടാക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. അതിൽ എല്ലാവർക്കും നിങ്ങളുടെ തപസ്യയുടെയും നിങ്ങളുടെ ത്യാഗത്തിൻ്റെയും അനുഭവം ഉണ്ടാക്കിക്കണം. എല്ലാവർക്കും അതിൽ സന്തോഷവും ഉണ്ടാകണം, ആനന്ദവും ഉണ്ടാകണം. എന്നാൽ അതിനോടൊപ്പം തപസ്യയും ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ രൂപരേഖ ഇതാണ്. ഇതിൽ ത്യാഗവും ഉണ്ട്, തപസ്യയുമുണ്ട്, ഒപ്പം സെലിബ്രേഷനും ഉണ്ട്. അപ്പോൾ ഒരു സെലിബ്രേഷനാണ് താങ്കൾ വളരെയധികം നാടകങ്ങളും വളരെയധികം ഡ്രാമയും ഉണ്ടാക്കുന്നത്. ആ സെലിബ്രേഷൻ അല്ല. എന്നാൽ ബാബ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിലാണോ സന്തോഷവും ആനന്ദവും സ്നേഹവും ഈ എല്ലാ പ്രാപ്തികളും ഉള്ളത്, അപ്പോൾ തപസ്യയും സെലിബ്രേഷനും രണ്ടും കമ്പൈൻഡ് ആയിരിക്കുന്ന സന്ദേശം എങ്ങനെ നൽകാം? ഇങ്ങനെയുള്ള പ്രോഗ്രാം തയ്യാറാക്കൂ. ബാബ പറഞ്ഞു, അതിലൂടെ കേവലം മുഴുവൻ ഭാരതത്തിൽ മാത്രമല്ല, മുഴുവൻ വിശ്വത്തിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഉണ്ടാക്കുന്നതിലൂടെ ഈ സമയത്ത് ആത്മാക്കൾക്ക് വളരെയധികം ആവശ്യമായിരിക്കുന്നത് എന്താണോ അവരുടെ ആ ആവശ്യകത പൂർത്തിയാകും. അപ്പോൾ ബാബ പറഞ്ഞു, അതിലൂടെ താങ്കൾക്കും സന്തുഷ്ടത ഉണ്ടാകും, ഉന്നതി ഉണ്ടാകും, വിശ്വത്തിനും സന്ദേശം ലഭിക്കും. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ, അന്തിമ സമയത്തിന് മുമ്പേ സന്ദേശം എല്ലാവർക്കും ലഭിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ബാബ പറഞ്ഞു, നോക്കൂ, ബ്രാഹ്മണ പരിവാരത്തിൽ വർത്തമാന സമയമനുസരിച്ച് വളരെയധികം സേവനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പല പ്രകാരത്തിലുള്ള ചോദ്യങ്ങളും വരുന്നു. അഥവാ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു, അവിടെയും വളരെയധികം പ്രകാരത്തിലുള്ള പല ഹിംസകളുടെ ദൃശ്യവും ക്രോധത്തിൻ്റെ ദൃശ്യവും പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഭാവനയുടെ ദൃശ്യവും വളരെയധികം പ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അത് യജ്ഞത്തെ പ്രതിയായാലും യജ്ഞത്തിലും എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ, ബാബ പറഞ്ഞു, രണ്ട് പരിതസ്ഥിതികളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സന്തുലനവും ഉണ്ടാക്കൂ. അതിൽ സന്തോഷവും ഉണ്ടായിരിക്കട്ടെ, ഉന്മേഷവും ഉത്സാഹവും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഓരോരുത്തരിലും വർത്തമാന സമയത്ത് യോഗബലം ശേഖരിക്കേണ്ടതിൻ്റെ വളരെയധികം ആവശ്യകതയുണ്ട്.
താങ്കളിലെ സർവശക്തികളും യോഗബലവും. അതിലൂടെ തന്നെയാണ് സേവനം ഉണ്ടാകുന്നത് എന്ന് ബാബ പറഞ്ഞു. ഇപ്പോൾ സേവനത്തിൻ്റെ രൂപവും രൂപരേഖയും എന്താണെന്നും ഇനി ഭാവിയിൽ നമുക്ക് ഏത് തരത്തിലുള്ള സേവനത്തിൻ്റെ രൂപരേഖയാണോ ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ബാബ പറഞ്ഞു. ഈ കാര്യങ്ങളുടെ ശ്രദ്ധ വയ്ക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതിനുശേഷം ഞാൻ ഗുൽസാർ ദാദിജിയോട് പറഞ്ഞു, താങ്കളും പരിവാരത്തെ പ്രതി എന്തെങ്കിലും സന്ദേശം നൽകുമോ? ദാദി പറഞ്ഞു, വിസ്താരത്തെ ഒതുക്കേണ്ട സമയമാണ്, സഫലമാക്കേണ്ട സമയമാണ്. വിസ്താരത്തെ ഒതുക്കൂ, സങ്കല്പങ്ങളുടെ വിസ്താരത്തെ ഒതുക്കൂ, ഓരോ കാര്യത്തിൻ്റെയും വിസ്താരത്തെ ഒരുമിച്ച് ഒതുക്കുകയും ചെയ്യൂ, സഫലമാക്കുകയും ചെയ്യൂ. ബാബ പറഞ്ഞു, എത്രത്തോളം വിസ്താരത്തെ ഒതുക്കുന്നുവോ അത്രയും ബുദ്ധിയോഗം ബാബയുമായി യോജിക്കും. അന്തിമ നിമിഷത്തിൽ ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ലക്ഷ്യം വെച്ച് ബാബയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടിരിക്കൂ. അപ്പോൾ വളരെ സുന്ദരമായ രീതിയിൽ ഗുൽസാർ ദാദിജി എല്ലാവർക്കും ദൃഷ്ടി നൽകി. ഇവിടെ ഹാളിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, മുഴുവൻ വിശ്വത്തിലും എല്ലാവരും ബാബയുടെ സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് യോഗം ചെയ്യുന്നു, ഭോഗ് വയ്ക്കുന്നു. അവർക്ക് വളരെയധികം സുന്ദരമായ സ്മൃതികൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം പറഞ്ഞ ശേഷം ദാദിയും വരദാനി ഹസ്തങ്ങൾ കാണിച്ചു, ബാബയും വരദാനി ഹസ്തങ്ങൾ കാണിച്ചു. എല്ലാവർക്കും ദൃഷ്ടി നൽകി. എല്ലാവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. എല്ലാവരുടെയും സഞ്ചി സർവ വരദാനങ്ങൾ കൊണ്ടും നിറച്ചു. എല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ തിരികെ എത്തിച്ചേർന്നു. ഓം ശാന്തി.